ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ കടന്നുകയറ്റം കാലക്രമേണ കുറഞ്ഞ് കേരളക്കരയിലാകെ മാറ്റത്തിൻ്റെ ശംഖലികൾ ആർത്തലയ്ക്കുന്ന സമയമായിരുന്നു 1920-കൾ. മധ്യ തിരുവിതാംകൂറിൻ്റെ വ്യാവസായിക ഭൂപടത്തിൽ കേരളക്കരയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയ പമ്പയുടെ പാർശ്വഭാഗത്ത് തിരുവല്ല പൂച്ചേരിൽ ഫാമിലിയിൽ തോമാച്ചായനും സഹധർമ്മിണി പെണ്ണമ്മയും കുടുംബസമേതം തങ്ങളുടെ വ്യാവസായിക വാണിജ്യ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഭാഗമായി കോട്ടയം ജില്ലയിലെ തൃക്കൊടിത്താനത്തേക്ക് മാറിപ്പാർക്കുന്നതിന് തീരുമാനിക്കുന്നു. 6ാം തരം വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയതിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് പൊന്നും പട്ടവും മേടിച്ച ആളാണ് തോമാച്ചായൻ. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ മകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കി ഡൽഹി ഓപ്പൺ സ്കൂളിൽ അധ്യാപികയാകുന്നതിനുള്ള അവസരം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തൻ്റെ മകൻ PT വർഗീസിന് തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചരിത്ര അധ്യാപകനാകാനുള്ള അവസരം സൃഷ്ടിച്ച നല്ല പിതാവ്. തോമാച്ചായൻ്റെയും പെണ്ണമ്മയുടെയും വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ഗ്രേസി മാത്യുവിനെ PT വർഗീസിൻ്റെ സഹധർമ്മിണിയായി കൊണ്ടുവരുന്നതിന് തീരുമാനമെടുക്കുന്നു. പള്ളിയുടെയും പട്ടക്കാരുടെയും സാന്നിധ്യത്തിൽ തോമാച്ചായൻ്റെ മകൻ PT വർഗീസ് ഗ്രേസി മാത്യുവിനെ സഹധർമ്മിണിയായി സ്വീകരിക്കുന്നു. കാലം കടന്നുപോയി. PT വർഗീസ് ഗ്രേസി മാത്യു ദമ്പതികൾക്ക് ആദ്യ കുഞ്ഞായി നമ്മുടെ ജീന ജനിക്കുന്നു. സന്തോഷ നിർഭരമായ കുടുംബാന്തരീക്ഷം. പാത്തും പതുങ്ങിയും മകളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കുഞ്ഞു ജീന എപ്പോഴും പാവക്കുട്ടികളോടൊപ്പം കളിക്കുന്നതും എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ കുഞ്ഞു ജീനയോടൊപ്പം സർവശക്തനായ പിതാവിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ ആഗ്രഹം സമർപ്പിച്ചു. പ്രാർത്ഥനയുടെ പരിശുദ്ധി കൊണ്ടായിരിക്കും കരുണാമയനായ സർവേശ്വരൻ കേട്ടു. തൻ്റെ കരസ്പർശമേറ്റ ഒരു പിഞ്ചോമനയെ ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മൗണ്ട് ഹെവൻ ഫാമിലിയിലേക്ക് തൻ്റെ സന്ദേശവാഹകൻ്റെ കയ്യിൽ കൊടുത്തയച്ചു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അങ്ങനെ 26/4/1966 നമ്മുടെ കഥാനായിക പൂജാതയായി. തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂൾ ചരിത്ര അധ്യാപകനായ വർഗീസ് മാഷിന് കാലാകാലങ്ങളായി ചരിത്രത്തോടും പ്രകൃതിയോടുമുള്ള അഭിനിവേശം തൻ്റെ മകൾക്ക് നദികളിൽ സുന്ദരിയായിട്ടുള്ള യമുനയുടെ സംസ്കൃത പദാവലിയായ ജമുന എന്ന് നൽകുന്നതിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. ജമുനയുടെ ജനനം അക്ഷരാർത്ഥത്തിൽ മൗണ്ട് ഹെവന് പുതിയ വെളിച്ചം നൽകി എന്നുള്ളതാണ്. ചേച്ചിയമ്മയുടെയും കുഞ്ഞ് ജമുനയുടെയും കളിച്ചിരികൾ മൗണ്ട് ഹെവൻ വീടിനെ അക്ഷരാർത്ഥത്തിൽ സ്വർഗമാക്കി മാറ്റി. ചേച്ചിയമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞ് ജമുനയെ വിട്ടുമാറാൻ കഴിയുന്നതേയില്ല. ചേച്ചിയമ്മയുടെ കൈപിടിച്ച് അംഗൻവാടിയിലേക്ക് പോകുവാനും മുറ്റത്ത് ഓടിക്കളിക്കുവാനും കുഞ്ഞു ജമുനയ്ക്കും വല്ലാത്ത സന്തോഷമായിരുന്നു. കുടുംബം ഈ ഓരോ നിമിഷവും വളരെ സന്തോഷത്തോടെ നോക്കിക്കണ്ടു. കളിച്ചിരികൾക്ക് മാത്രമല്ല, കുഞ്ഞു ജമുനയിൽ വിശ്വാസങ്ങൾ വളർത്തിയെടുക്കുന്നതിനകത്തും ചേച്ചമ്മ വലിയ പങ്ക് വഹിച്ചു. കാലം കടന്നുപോയി. ചേച്ചമ്മയുടെ കൈയും പിടിച്ച് അച്ഛനമ്മമാരോടൊപ്പം സ്വന്തം വീടിൻ്റെ നേരെ എതിർവശത്തുള്ള തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് കുഞ്ഞ് ജമുനയും വിദ്യാർത്ഥിയായി പതിയെ ചുവടുവെച്ചു. സ്കൂളിലെ തിക്കും തിരക്കും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയാൽ ചേച്ചമ്മയോടൊപ്പം കുറേ നേരം കളിക്കും. തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ബയോളജി ടീച്ചറായ അമ്മയുടെ കൈവിരൽ തുമ്പിൽ തൂങ്ങി
സ്കൂളിലെ വരാന്തകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ കുഞ്ഞു ജമുനയെ സംബന്ധിച്ച് അയൽ ക്ലാസ്സുകളിൽ മുഴങ്ങുന്ന ചിലങ്കയുടെ ശബ്ദം വല്ലാതെ ആകർഷിച്ചു. പാഠ്യപദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഡാൻസ് അഭ്യാസം നിർത്തേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. അക്കാഡമിക് ആക്ടിവിറ്റീസിന് പുറമെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നന്നേ തൽപരയായിരുന്ന ജമുന ആ കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളേറെയും നർത്തകിമാരുടേതായിരുന്നു. പിന്നീട് താൻ വരച്ച ചിത്രങ്ങൾ വിലയിരുത്തുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നർത്തകിയുടെ അടങ്ങാത്ത അഭിനിവേശമാണ് പടങ്ങളിലൂടെ പുറത്തു വന്നത് എന്ന് ജമുന തിരിച്ചറിഞ്ഞു. മുൻപ് പരാമർശിച്ചതുപോലെ നന്നേ സ്ട്രിക്റ്റായിട്ടുള്ള ഗ്രേസി ടീച്ചർ ഓരോ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴും തൻ്റെ പെൺമക്കൾക്ക് അണിയുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങി സ്ഥിരം തുന്നൽക്കാരിയെ കൊണ്ട് തുന്നി സൂക്ഷിക്കുമായിരുന്നു. തൻ്റെ പെൺമക്കൾ പരമ്പരാഗത വസ്ത്രവിധാനങ്ങൾ തുടർന്നു പോയാൽ മതി എന്നുള്ള കാർക്കശ്യ ബുദ്ധി ഗ്രേസി ടീച്ചർ പുലർത്തിപ്പോന്നിരുന്നു. ജമുന വരച്ച ചിത്രങ്ങളിൽ നർത്തകിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള ഫ്രോക്കുകൾ ധരിച്ച ചെറു സുന്ദരികളും ഉണ്ടായിരുന്നു. കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ആദ്യകാലം മുതലേ അച്ഛനമ്മമാർ ശ്രദ്ധ ചെലുത്തിയിരുന്നു. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, വായിക്കുവാനായി കൊടുക്കുന്നത് കടുകട്ടി ജീവചരിത്രങ്ങളോ പാശ്ചാത്യ സാഹിത്യത്തിലെ ക്ലാസിക്കുകളോ ആയിരുന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. ബോബനും മോളി വേണമെങ്കിൽ ആയിക്കോളൂ എന്നുള്ള ഒരിളവ് ലഭിച്ചു. ഒരു മാമ്പഴക്കാലം വർഗീസ് മാഷ് കുറച്ചധികം നല്ല വിളഞ്ഞ മാങ്ങ പഴുക്കുവാനായി സൂക്ഷിച്ചു വെച്ചു. കുഞ്ഞു ജമുനയെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് പഴുക്കുവാൻ വെച്ച മാങ്ങകളിൽ 1-2 എണ്ണം എടുത്ത് മുറിച്ചു നോക്കും. ഒരു ദിവസം വർഗീസ് മാഷ് ഇത് ശ്രദ്ധിച്ചു. 2 മക്കളെയും വിളിച്ച് ആരാണ് മാമ്പഴം മുറിച്ചു നോക്കിയത് എന്ന് ചോദിച്ചു. നിരപരാധിയായ ചേച്ചിയമ്മ താനല്ല മാങ്ങ മുറിച്ചത് എന്ന് ദയനീയഭാവത്തിൽ പറഞ്ഞു. കള്ളം തിരിച്ചറിഞ്ഞ വർഗീസ് മാഷ് ജമുനയ്ക്ക് പിടിപ്പത് കൊടുത്തു. അതിൽ നിന്ന് ജമുനയ്ക്കൊരു പാഠം മനസ്സിലായി. കള്ളം ഒരിക്കലും ഒളിപ്പിച്ചു വയ്ക്കാനാകില്ല. പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളായിട്ടുള്ള പ്രസംഗം, പദ്യം ചൊല്ലൽ, മാത്സ് ഒളിമ്പിയാഡ് എന്നീ ഇനങ്ങളിലെല്ലാം തന്നെ ജമുന സ്കൂളിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചു. സ്കൂൾ ലീഡറായിരുന്ന ജമുന എല്ലാ ടീച്ചർമാരുടെയും മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങി. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും സ്കൂൾ ഫസ്റ്റായിരുന്ന ജമുന അങ്ങനെ 10-ാം തരം പരീക്ഷയും എഴുതി. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സുദിനം വന്നെത്തി. 26/5/1981 SSLC പരീക്ഷയുടെ ഫലപ്രഖ്യാപന ദിനം. അന്നത്തെ പത്രത്താളുകളിൽ മുഖ്യ പേജിൽ തന്നെ നമ്മുടെ ജമുനയുടെ പടവും അടിച്ചു വന്നു. കാരണം എന്തെന്നല്ലേ, കേരളത്തിൽ 2ാമത്തെ റാങ്ക് ജമുനയ്ക്ക് കൈവന്നിരിക്കുന്നു. ജമുനയിലൂടെ തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂളിനും. തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ യശസ് വാനോളം ഉയർത്തിയ ജമുനയെ തേടി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ബഹുമുഖ പ്രതിഭകൾ ആശംസകളും അംഗീകാരങ്ങളുമായി എത്തി. വർഗീസാറാണെങ്കിൽ മക്കളുടെ ഓരോ വിജയത്തെയും ഒരു ഓർമ്മക്കുറിപ്പെന്ന പോലെ തീയതി ഉൾപ്പെടെ അലമാരകളിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ നന്നേ ശ്രദ്ധിച്ചിരുന്നു. അച്ചടക്കത്തോടെ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന അച്ഛൻ്റെ ഗുണം 2 മക്കൾക്കും കിട്ടി. വേറൊന്നുമല്ല, ഡയറി എഴുതി സൂക്ഷിക്കുന്ന ശീലം. റാങ്കിൻ്റെ തിളക്കത്തോടെ അസംഷൻ കോളേജിൽ പ്രീ-ഡിഗ്രി പഠനത്തിന് ജമുന ചേർന്നു. അധ്യയന പരിപാടിയിൽ അതുവരെ കുഴപ്പമില്ലാത്ത ജമുന ചെറുതായിട്ടൊന്ന് ഉഴപ്പിയെന്ന് തോന്നുന്നു. ക്ലാസ് പരീക്ഷയിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അച്ഛനമ്മമാരോടുള്ള പേടി കൊണ്ടായിരിക്കും വീട്ടിൽ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഡയറിയിൽ അതൊന്ന് കുറിച്ചു വെച്ചു. മറ്റേതോ സ്രോതസ്സിൽ നിന്ന് ഈ വിവരം അച്ഛൻ അറിഞ്ഞു. അച്ഛൻ മകളോട് വിളിച്ചു ചോദിച്ചു, മാർക്ക് കിട്ടിയോ? മാർക്ക് വല്ലതും കുറവുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഒരേ മാർക്ക് തന്നെയാണ്. ഭാര്യയുടെ സഹായത്തോടെ ഡയറിയിലെ കുറിപ്പുകൾ പരിശോധിച്ച് യഥാർത്ഥ മാർക്ക് വിവരം വർഗീസ് മാഷ് തിരിച്ചറിഞ്ഞു. നന്നായി മകളോട് ഉപദേശിക്കുകയും ചെയ്തു.
ഇതിൽ നിന്ന് ജമുന 2 പാഠങ്ങൾ ഉൾക്കൊണ്ടു. 1, കള്ളം പറയുന്നത് നമുക്ക് പറ്റുന്ന പണിയല്ല. 2, ഡയറി എഴുത്ത് ഒരു ദുശീലമാണ്. മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശം നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് ജമുന മുന്നോട്ട് പോയി. അധ്യയന പരിപാടിയിൽ ജമുനയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചുകൾ അവിടെയും തീരുന്നില്ല. കേരളത്തിൽ എൻട്രൻസ് കമ്മീഷണർ ആദ്യമായി നടത്തിയ എൻട്രൻസ് പരീക്ഷ 1983 ജമുനയ്ക്കും അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണമായിരുന്നു ജമുനയുടെ സ്വപ്നം. അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൽ പഠിക്കുവാൻ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പരിഹാരം കണ്ടു. ജിപ്മറിലും CMC വെല്ലൂരിലും പോയി പരീക്ഷ എഴുതി. അങ്ങനെ മെഡിസിന് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി വൈദ്യശാസ്ത്ര പഠനത്തിലേക്ക് കാൽവെച്ചു. കേരള മെഡിക്കൽ എൻട്രൻസിൻ്റെ റിസൾട്ടും ആ സമയത്ത് വന്നു. 12ാം റാങ്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിട്ടുമായിരുന്നു. പക്ഷേ വർഗീസ് മാഷിനെ സംബന്ധിച്ച് മകൾ വെറുമൊരു ഡോക്ടറായി പോരാ, സ്നേഹവും സഹാനുഭൂതിയും സഹിഷ്ണുതയും സാഹോദര്യവും ഒക്കെയുള്ള നല്ല ഡോക്ടറായി മാറണം. അങ്ങനെയാണ് മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം CMC വെല്ലൂരിൽ പഠനത്തിന് ചേരുന്നത്. അച്ഛൻ്റെ പ്രതീക്ഷ പോലെ തന്നെ മനുഷ്യത്വത്തിൻ്റെ നാനാ മേഖലകളിലേക്ക് CMC വെല്ലൂരിലെ പഠന കാലയളവ് ജമുനയിൽ വെളിച്ചം വീശി. സ്നേഹം, സഹാനുഭൂതി, സഹിഷ്ണുത, സാഹോദര്യം, അങ്ങനെ എല്ലാ ഗുണഗണങ്ങളും CMC വെല്ലൂർ ആ യുവ ഡോക്ടറിൽ പകർന്നു നൽകി. നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കി തിരികെ വീട്ടിലേക്ക് മടങ്ങിയ ജമുന തിരുവല്ല മെഡിക്കൽ മിഷനിൽ ജൂനിയർ ഡോക്ടറായി ജോലിയിൽ പ്രവേശിച്ചു. കാലം കടന്നുപോയി. അങ്ങനെ ഡോക്ടർ ജമുനയുടെ ജീവിതത്തിലേക്ക് മാവേലിക്കര കല്ലുമല പുത്തൻപുരയിൽ ഡോക്ടർ ഷാജി താങ്ങും തണലുമായി കടന്നു വരുന്നു. വിശ്വാസപ്രകാരം വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണല്ലോ. ഡോക്ടർ ജമുനയും ഡോക്ടർ ഷാജിയും സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. കാലം കടന്നുപോയി. ആയിരത്തി 1992 ജനുവരി മാസം ഷാജി ജമുന ദമ്പതികൾക്ക് ആദ്യത്തെ കൺമണി പിറന്നു. മകൻ മോഹിത്തിനെ കുറച്ചുകാലം പരിലാളിച്ച ശേഷം ഉപരിപഠനത്തിനായി ഡോക്ടർ ജമുന വീണ്ടും CMC വെല്ലൂരിലേക്ക്. ഇഷ്ടവിഷയമായിരുന്ന ഗൈനക്കോളജിയിൽ ഉപരിപഠനത്തിന് CMC വെല്ലൂരിലെത്തിയത് ഡോക്ടർ ജമുനയുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങളുണ്ടാക്കി. ആത്മീയതയിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും മാനസിക പിരിമുറുക്കങ്ങളിൽ ദൈവത്തിൽ അർപ്പിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളുടെ തിരിച്ചറിവുണ്ടാകുന്നതിലും CMC വെല്ലൂരിൻ്റെ പങ്ക് കുറച്ചു കാണാൻ കഴിയില്ല. ഗൈനക്കോളജിയിൽ ഉപരിപഠനത്തിന് ശേഷം പരുമല മെഡിക്കൽ മിഷനിൽ ഗൈനക്കോളജിസ്റ്റായി ജോലിക്ക് ജോയിൻ ചെയ്തു. പരുമല മെഡിക്കൽ മിഷനിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രവർത്തനവും ഗാർഹിക അന്തരീക്ഷത്തിൽ മകൻ്റെ പരിപാലനവും ഒത്തുകൊണ്ടുപോകുന്നതിന് ഡോക്ടർ ജമുന നന്നേ പ്രയാസപ്പെട്ടു. 1999 ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ മാന്നാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റൻറ്റ് സർജനായി ജോലിയിൽ പ്രവേശിച്ചു. മാന്നാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മകൻ മോഹിത് കുഞ്ഞനുജന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യാദൃച്ഛിക ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും മോഹിത്തിൻ്റെ പ്രാർത്ഥന സർവേശ്വരൻ കേട്ടു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അനുജൻ മെവിറ്റ് ജനിച്ചു. 2004 ആകുമ്പോൾ ചെന്നിത്തല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. ആരോഗ്യ വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ആരോഗ്യ വകുപ്പിൽ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടായി 2010 ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. 2010 മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എത്തിയ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമുനയെ തേടി
വലിയ വെല്ലുവിളികളാണ് ഒളിഞ്ഞിരുന്നത്. 2015-16 കാലയളവ് വരെ മാവേലിക്കര ജില്ലാ ആശുപത്രി സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ ജമുന ആ പദവി വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിക്ക് ബഹുനില കെട്ടിട സമുച്ചയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. തുടർന്ന് 2015 മുതൽ 2019 വരെ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറായും ജില്ലാ സർവൈലൻസ് ഓഫീസറായും പ്രവർത്തിച്ചു. 2018 ആലപ്പുഴയെ ആകെ കെടുതിയിലാക്കിയ വെള്ളപ്പൊക്കത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസറായി സുദീർഘമായ സേവനമാണ് ഡോക്ടർ ജമുന ജില്ലയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്തത്. തുടർന്ന് 2019 മുതൽ 2021 വരെ ആലപ്പുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. മുൻപ് TD മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിരുന്ന ജീർണിച്ച കെട്ടിടങ്ങൾ, അതിൻ്റെ പരിപാലനവും പുതിയ കെട്ടിട സമുച്ചയത്തിനു വേണ്ടിയുള്ള പ്ലാനിങ്ങും എല്ലാം തന്നെ ഡോക്ടർ ജമുനയുടെ മേൽനോട്ടത്തിൽ ജനറൽ ഹോസ്പിറ്റലിൽ നടന്നു. ഏറ്റവും സുദീർഘമായ ഇടപെടലെന്ന് പറയുന്നത് 2019-20 കാലഘട്ടത്തിലുണ്ടാകുന്ന കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം 2021 മുതൽ നാളിതുവരെ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ചു പോരുന്നു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരും അടിസ്ഥാന സൗകര്യവും ഉള്ള വകുപ്പെന്ന നിലയ്ക്ക് ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ 4 വർഷങ്ങളായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ആരോഗ്യം ആനന്ദം പരിപാടി, ജീവിതശൈലി രോഗ നിയന്ത്രണ നിർണയ പരിപാടി, മുറ്റത്വം ആരോഗ്യം, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയുന്നതിനുള്ള അമരം പരിപാടി, ഇതര വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകാരോഗ്യം പദ്ധതി, ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിനു വേണ്ടിയുള്ള കൂട്ടായ ഇടപെടലുകൾ, ഡയാലിസിസ് ചികിത്സയിൽ തുടരുന്ന രോഗികൾക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ, 108 ആംബുലൻസിൻ്റെ റെഫറൽ നെറ്റ്വർക്ക് പ്രോപ്പറായി നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ, കിഫ്ബി പദ്ധതി പ്രകാരം വിവിധ ആശുപത്രികൾക്ക് കെട്ടിട സമുച്ചയങ്ങൾ, മെയിൻ്റനൻസ് ഹീമോഡയാലിസിന് വേണ്ടിയുള്ള തുടർച്ചയായുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ ബഹുമുഖ മേഖലകളിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുകൾ ഡോക്ടർ ജമുനയുടെ മേൽനോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. സഹജീവനക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും സഹജീവനക്കാരുടെ തെറ്റുകുറ്റങ്ങൾ മറ്റ് തലങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടെ അഡ്രസ്സ് ചെയ്യുന്നതിനും ജനപ്രതിനിധികൾക്കും സാധാരണക്കാർക്കും ഒരേ രീതിയിൽ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നതിനും ഡോക്ടർ ജമുന സദാ ശ്രദ്ധിച്ചിരുന്നു. ഔദ്യോഗിക തിരക്കുകളുടെ മൂർധന്യത്തിലും കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ജമുന മാഡം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തിരക്കിനിടയിലും നല്ല കുടുംബിനിയായതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും 2 ആൺമക്കളും ഉയർന്ന വിദ്യാഭ്യാസം നേടി നല്ല നിലകളിലെത്തിയത്. മൂത്ത മകൻ ഡോക്ടർ മോഹിത് ആണെങ്കിൽ തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇളയ മകൻ മെവിറ്റ് ആണെങ്കിൽ IIT-യിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ജോലി നോക്കുന്നു. മരുമകളായി വന്നിരിക്കുന്ന ബ്യൂളയും ഉപരിപഠനത്തിനായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇൻറ്റേൺഷിപ്പിലാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് വർഗീസ് സാറ് ജമുന എന്നുള്ള പേര് തിരഞ്ഞെടുക്കുന്നതിന് പ്രകൃതിയുടെ ഏറ്റവും നല്ല വരദാനമായിട്ടുള്ള സൗമ്യശീലയായ സുന്ദരിയായ ശാന്ത സ്വരൂപിണിയായ യമുനാ നദിയെ കണ്ടിരുന്നു. എല്ലാ കാലത്തും ആ ആർദ്രതയും സ്നേഹവും സൗന്ദര്യവും സൗകുമാര്യവും ഒക്കെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ വ്യക്തികൾക്കിടയിലും പകർന്നു നൽകുവാൻ കഴിയട്ടെ എന്നുള്ള ആശംസകളോടെ സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും കുടുംബസമാധാനവുമുള്ള ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് മാഡത്തിന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.